വിദേശത്തു നിന്നും നമുക്ക് കിട്ടിയ വിലയേറിയ ചില രേഖകളാണിതെല്ലാം. 18 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ്, 12 ലക്ഷം രൂപയുടെ കുഴൽപ്പണം, 60 ലക്ഷം രൂപയ്ക്ക് സ്വർണം ഈ നാട്ടിലേക്ക് കടത്തിയ റെക്കോർഡുകൾ. കപ്പൽ നിന്ന് ഒരുത്തൻ നടുക്കടലിലേക്ക് കുതിച്ച് കരയിലേക്ക് നീന്തി. ഈ റെക്കോർഡ്സുകളെല്ലാം നനഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഈ പക്ഷിക്കൂടിനകത്ത് വെച്ചാണ് അവൻ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കണം സാറേ, ഈ മോഭാവം കണ്ട ഇത് വല്ലതും ചെയ്തവരാണെന്ന് തോന്നുന്നു. ഈ ഗൂഢസംഘത്തിന്റെ ചിലവിന് വേണ്ടി അയൽനാടുകളിലുള്ള ജാക്സന്റെ ആളുകൾ ആരോ ചിലവ് ഈ സിൽവർ ഹെഡിന് വേണ്ടി അയച്ചിട്ടുള്ളതായിരിക്കാം ഈ റെക്കോർഡ്സ്. ഈ സിൽവർ ഹെഡിനെ പറ്റി ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല. അവനാണിതിന്റെ മർമ്മം. പലരെയും ഞാൻ സംശയിക്കുന്നുണ്ട്. ഈ സിൽവർ ഹെഡ് എന്ന് പറയുമ്പോൾ മുട്ടത്തല എന്നാണല്ലോ അർത്ഥം. നമ്മുടെ പേർഷ്യൻ മുതലാളി രാജാണ്ണൻ എപ്പോഴും തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നത് മുട്ടത്തല ആയതുകൊണ്ടല്ലേ? ഇക്കണക്കിന് നീ എന്നെയും സംശയിക്കുമല്ലോ. ആ, ഈ ഗൂഢസംഘത്തിൽ പ്രവർത്തിക്കുന്ന അനവധി സ്ത്രീ പുരുഷന്മാരുണ്ട്. ഇവർക്കൊക്കെ കള്ളക്കടത്താണ് തൊഴിൽ. സംശയം തോന്നുന്നവരെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാടിന്റെ ഭദ്രതയെ ബാധിക്കുന്ന പല രഹസ്യങ്ങളും ഇവർ അന്യനാടുകളിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുമുണ്ട്. നമുക്കുമൊക്കെ തല മുട്ടയടിച്ച് ഈയം പൂശി നടന്നാല് വെള്ളിത്തലേനാന്ന് വിചാരിച്ച് ഈ രഹസ്യമൊക്കെ നമ്മുടെ കൈ കൊണ്ടു തരും. അപ്പോ ഈ കേസിന്റെ അന്വേഷണത്തിന് വേണ്ടി എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. പിന്നീട് കാണാം. ഓഹോ, അപ്പോൾ ഞാൻ കൊടുത്തയച്ച സന്ദേശം നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടി. ആ സഹായത്തിന് സ്വാമിജിയോട് ഞങ്ങൾ നന്ദി പറയാൻ വന്നതാണ്. കുഞ്ഞുങ്ങളെ, നന്ദി ദൈവത്തിനോട് പറയൂ. ഇതെല്ലാം ഈ എളിയവൻ നാടിനു വേണ്ടി ചെയ്യുന്ന ചില സേവനങ്ങൾ മാത്രം. കല്യാണം ഭവന്തു. സ്വാമിജി, ഇന്ന് ശാന്തിയുടെ ജന്മദിനമാണ്. സ്വാമിജി അനുഗ്രഹിച്ചാൽ അവളുടെ ജീവിതവും ആനന്ദപ്രദമാവും. മകളെ, ജീവിതം സന്യാസം മാത്രമല്ല. നിങ്ങൾക്ക് ഈ ലോക ജീവിതത്തിൽ തന്നെ ദൈവത്തോട് ചെയ്തു തീർക്കേണ്ട പല കടമകളുമുണ്ട്. ഈ നിൽക്കുന്ന യുവാവ് തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ദൈവേഷ്ടപ്രകാരം നാടിനു വേണ്ടി കടമകൾ നിർവഹിക്കുന്നു. സ്വാമിജി, ഞങ്ങൾ വിട ചോദിക്കുന്നു. മംഗളം ഭവതു. ഉണ്ണി, നിത്യാനന്ദ, സ്വാമി, നാം തന്ന പ്രസാദം നീ ആരെയാണ് ഏൽപ്പിച്ചത്? വന്യദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞ് വീട്ടിൽ ഏൽപ്പിച്ചു. ഓഹോ, വളരെ സന്തോഷം. നിന്റെ ഈ ബുദ്ധിക്ക് ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കും. സ്വാമി, എന്റെ പൊന്നുറയതെ, എന്നെ കൊല്ലരുത്. സ്വാമിജി പറഞ്ഞതനുസരിച്ച് കൊടുത്തതാണ്. നിന്റെ സ്വാമിജി, നീ കാരണം വൻപിച്ച സ്വത്തുകൾ നഷ്ടപ്പെട്ടു. അയ്യോ, എന്നെ കൊല്ലല്ലേ! അയ്യോ, എന്നെ കൊല്ലല്ലേ! എന്നെ കൊല്ലല്ലേ! എന്റെ പൊന്നുറയതെ, എന്നെ കൊല്ലല്ലേ! അയ്യോ, വേണ്ട വേണ്ട, എന്നെ കൊല്ലരുത്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ കൊല്ലല്ലേ! എന്നെ കൊല്ലല്ലേ! എന്നെ കൊല്ലല്ലേ! എന്നെ പൊന്നുറയതെ, എന്നെ കൊല്ലല്ലേ! നിന്റെ സ്വാമിജിക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. ആ ശവം എടുത്ത് കുഴിയിൽ തള്ളു. കുഞ്ഞുണി, ഞാൻ അത്യാവശ്യമായ സ്ഥലം വരെ പോവുകയാണ്. അണ്ണാ, പോയി വല്ല അക്കടിലും മാറ്റി കളരുത് കേട്ടോ. അണ്ണനെ കണ്ട തല റാഞ്ചായിരിക്കാണ് കഴുകന്മാർ. അതൊന്നും സാരമില്ല. ഞാൻ പേപ്പേഴ്സ് എല്ലാം ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുവന്ന് കൊടുക്കണം. അമ്മ ചോദിച്ചാൽ 2 ദിവസം കഴിഞ്ഞേ വരുമെന്ന് പറഞ്ഞു. അന്ന് കടൽക്കരയിൽ നിന്നും പിടിച്ചെടുത്ത ചിക്കൻ ഡ്രാഫ്റ്റിംഗ് തരൂ. ഇത്രേ ഉള്ളൂ. എല്ലാം ഇതിനകത്തുണ്ട്. ഞാനിതൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോകാൻ തുടങ്ങുകയായിരുന്നു.
ഏവണ്ണകത്ത് വരാൻ പറയും. ഈ പരാജയം എല്ലാവർക്കും അപമാനം. ഇത്രയും ആളുകൾ ശ്രമിച്ചിട്ടും സാധാരണ ഒരു ഓഫീസറെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. Ridiculous. Yes, disclose. ശത്രുവിനെ വശീകരിച്ച് നമുക്ക് നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു വാങ്ങേണ്ടത് നിന്റെ ജോലി. യെസ് ബോസ്. A1, നിന്റെ വിജയത്തിലാണ് നമ്മുടെ ഭാവി. യെസ് ബോസ്. നീ നേരിടാൻ പോകുന്നത് സമർത്ഥനായ ഒരു യുവാവ്, ജയചന്ദ്രൻ. ഓർമ്മയിരിക്കട്ടെ. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു ബോസ്. മധുപകർന്ന ചുണ്ടുകളിൽ മലർ വിടർന്ന ചുണ്ടുകളിൽ. ഇതെന്തോന്നാണ് പഞ്ചെണ്ണ ചെറിയെണ്ണം കൂടെ MGR ജയലളിത ഇവിടെ സിനിമയിൽ ജീവിച്ചു പറഞ്ഞ ചില പാട്ടുകളല്ല. പോയ കാര്യം എന്തായി? അതെ, ഒരു അക്കിടി പറ്റി ആ ചൂടുകളിൽ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് പൂന്താണ്ടോ പിന്നീട് പറയാം കേട്ടോ. എന്തിനാ അയ്യോ, ഞാൻ എന്തൊരു മണ്ട. വല്യണ്ണന്റെ മുമ്പ് രഹസ്യമൊക്കെ പറയാമോ? പിന്നീട് പറയാമെന്ന് പറഞ്ഞില്ലേ? ഓ, എനിക്ക് നിങ്ങളുടെ രഹസ്യമൊന്നും കേൾക്കണ്ട. ആ കുഞ്ഞുണ്ണി, നീ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തു പറയൂ. ഞാനും ചന്ദ്രനും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞു കൂടിയാ മതിയോ? ആ ചോദ്യത്തിനകത്ത് എന്തിനോ ഒരു പിന്നേയുണ്ടല്ലോ. പറയും പറയും പറയും. ഞാൻ പറയട്ടെ, ചേട്ടന് കല്യാണം കഴിക്കണമെന്നൊരാശ. നീ ഇത് ചെയ്യിക്കുന്നു? അല്ല, വെണ്ണയും കൈവച്ചോണ്ട് വല്യണ്ണൻ നെയ്യും തേടി നടക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ചിരിച്ചു പോയതാ. കയ്യിലിരിക്കുന്നില്ലേ മണി മണി പോലൊരു മൈലാഞ്ചിക്കിളി. അപ്പൊ കുഞ്ഞുണ്ണി അറിഞ്ഞോ ഇക്കാര്യം? പിന്നെ എന്നാൽ ഇത് നമുക്ക് അമ്മയോട് ഉടനെ പറഞ്ഞ കാര്യം അങ്ങ് നടത്തണം. എന്താ ചേട്ടാ? ഓ, നീ വലിയ പരിശുദ്ധനാണെന്നാണ് എന്റെ ഭാവം. നിന്റെ റൊമാൻസും എല്ലാവർക്കും അറിയാം. അമ്മ അറിഞ്ഞോ ചേട്ടാ? അമ്മയെ കൊണ്ട് ചണ്ട പിടിപ്പിക്കാതെ ഇത് വെള്ളയും ജാലവും വെച്ച് പറഞ്ഞു ഏൽപ്പിക്കുന്ന കാര്യം കുഞ്ഞുണ്ണി ആയിരിക്കും. അങ്ങനെയല്ല, സൂത്രത്തിൽ പൊതുവെ കല്യാണ കാര്യങ്ങളെ കുറിച്ച് എല്ലാം സംസാരിച്ച് വെച്ച് പിന്നീട് ഈ വിഷയത്തിലേക്ക് കടക്കണം. കടക്കുമ്പോ ഒരുപോലെ 2 പെൺപിള്ളേരുണ്ടെന്നും നമ്മളെ പിള്ളേർക്ക് എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തുവിടാ എന്നൊരു ചോദ്യം കുഞ്ഞുണ്ണി വയ്ക്കും. അത് മതി. പിന്നെ ഞങ്ങള് ഇതെന്താ 3 പേരും ഇങ്ങനെ പട്ടാളക്കാരെ പോലെ അറ്റൻഷനായി നിൽക്കുന്നുണ്ടോ? അമ്മേ, പിന്നെ അമ്മയ്ക്ക് വരുന്ന ആ അങ്കരാപ്പുകളില് അണ്ടങ്ങൾ വിട്ട് ഞങ്ങൾ നിൽപ്പുകൾ നിന്നതാണ്. പിന്നെ വേറെ പ്രേമത്തിന്റെ കാര്യം മാത്രം അമ്മച്ചി ചോദിക്കരുത്. പ്രേമോ? ആരുടെ പ്രേമം? അല്ലമ്മേ, ഞാനും അനിയനും വലിയ സ്നേഹത്തിലാണെന്നാ കുഞ്ഞിന് പറയണത്. എന്തിനാ ചുമ്മാ അമ്മച്ചെടുത്ത് കല്ലങ്ങൾ പറയുന്നത്? അമ്മച്ചി, ഇവര് ഒരു ഏടാകുടങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. എന്താ ശങ്കർ, തുറന്നു പറയൂ. ഒന്നുമില്ല അമ്മേ. അമ്മച്ചി തനിച്ചല്ലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് അമ്മച്ചി കൂട്ടിനായി ചേട്ടൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അമ്മച്ചി, അണ്ണനും തമ്പിയും ഓരോ മതാമാരികളെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. വാ അടച്ചിരിക്കുകയാണ്, അങ്ങോട്ട് പറയും. ഓഹോ, അപ്പൊ അമ്മയ്ക്ക് പെണ്ണിനെ അന്വേഷിച്ച് നടക്കേണ്ട ജോലി എന്റെ മക്കള് കുറച്ചു. ചേട്ടൻ ആ മൂത്ത പെൺകുട്ടിയോട് ഒരു ചെറിയ പരിചയം. അമ്മേ, ചന്ദ്രനും മാലയെ വലിയ ഇഷ്ടമാണ്. പിന്നെ 2 പേരും സഹോദരികളുമാണ്. അത് കൊള്ളാം. അപ്പോ കുട്ടികളുടെ കുടുംബം നല്ല ഹൈ ക്ലാസ് ഫാമിലിയാണമ്മേ. പേർഷ്യൻ മുതലാളി RK രാജായെ അറിയാത്തവർ ഈ നാട്ടിലുണ്ടോ? എന്തിനമ്മച്ചി ഇങ്ങനെ കിണ്ടി കിണ്ടി ചോദിക്കണത്? അമ്മച്ചി ഒരു ദിവസമാണ് അങ്ങ് പോവാമെങ്കിൽ ആ പെമ്പിള്ളകളെ എല്ലാം ഇവിടെ കൊണ്ട് താമസിക്കും. അമ്മച്ചി, വലിയ ബംഗാളുകൾ നമുക്ക് തെച്ച് പറ്റി പെയ്യാം, വീട് തന്നെയാം, ആളുകളെയും കാണാനില്ല. അമ്മച്ചി വന്നിരിക്കുന്ന പെണ്ണാണ്. പറയണം പറയണം, ഇരിക്കും. കാക്ക ഇങ്ങനെ പോയി ആ പെൺകുട്ടികളെയും അവരുടെ അച്ഛനും വരാൻ പറയും. പോയി കാക്ക. ഞാനാണ് കുട്ടികളുടെ അച്ഛൻ RK രാജ. ക്ഷമിക്കണം, കുഞ്ഞുണ്ണി ആളറിയാതെ പറഞ്ഞു പോയതാ. അങ്ങനത്തെ എനിക്ക് ഒരു അബദ്ധങ്ങൾ പറ്റി പോയി ക്ഷമിക്കണം. എന്റെ മക്കളാണ് മാല, കല. ആ അമ്മച്ചി ആരാണെന്ന് അറിയാമോ? നിങ്ങളുടെ മനസ്സുകളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ചെറുക്കന്മാരുടെ അമ്മ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അമ്മയെ ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്ക് ഞങ്ങളെയാണ് ഇഷ്ടപ്പെടേണ്ടത്. ഞങ്ങൾക്ക് അമ്മയെ ഇഷ്ടമാണ്. അമ്മച്ചി, മരുമക്കളാണ് കിഴക്കിലാൻ പറ്റുമല്ലേ സംസാരിക്കുന്നത്? എന്റെ സമ്പാദ്യമെല്ലാം എന്റെ മക്കൾക്കാണ്. പണമല്ല ജീവിതത്തിൽ വലുത്, മാനമാണ്. എന്റെ കുട്ടികളുടെ അച്ഛനും അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. മേജർ നായരുടെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധമുണ്ടാകുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. എല്ലാം ദൈവഹിതം പോലെ തന്നെ നടക്കും.
എന്നാൽ മുറ പോലെ ബാക്കി കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാം. എന്നാൽ നമുക്ക് വല്ലതും കഴിക്കാം. നിങ്ങൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകും. വരൂ. അങ്ങനെ വരി, ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ വന്നുകൊള്ളാം. പോകും. അച്ഛാ, എന്താ മോളെ? ഈ കല്യാണം ഇപ്പൊ നടത്തണോ? അതുകൊണ്ട് പല പ്രയോജനവുമുണ്ട്. ഒരു നല്ല കുടുംബം, നമ്മൾ അതിന്റെ ധൂമകേതുവാകരുത്. തൽക്കാലം നമ്മുടെ നന്മ മാത്രം നാം നോക്കിയാൽ മതി. വിവാഹവും ഒരു ലാഭ കച്ചവടമായി അച്ഛൻ കണക്കാക്കരുത്. ശാന്തി, ജീവിതമേ ഒരു വരവ് ചിലവ് കണക്ക്. പിന്നെ ഇതൊക്കെയാണ് അതിൽ മിച്ചം. പക്ഷേ അവർക്ക് തീരാത്ത നഷ്ടമായിരിക്കും. എല്ലാം വിധി പോലെ. നീ കൂടെ വന്ന് വിരുന്നുകാരെ സൽക്കരിക്കും. വരൂ മോളെ. വരൂ ശാന്തി, വരൂ. അമ്മയെ കണ്ടോ? ഇല്ല. അമ്മ എവിടെ പോയി? നമ്മുടെ കല്യാണക്കാരി ആലോചിക്കാൻ രാജായുടെ വീട്ടിൽ പോയിരിക്കല്ലേ? ഓഹോ, അതുകൊണ്ടാണോ ചേട്ടൻ കൂട്ടിലിട്ട് പെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? നിനക്ക് സാരമില്ല, എന്റെ നെഞ്ചിരിപ്പ് എനിക്കേ അറിയാവൂ. ചേട്ടന്റെ ഹൃദയത്തിന് ജെറ്റിനേക്കാൾ വേഗതയുണ്ടല്ലോ ചേട്ടാ. അമ്മേ, എന്തായി? കുഞ്ഞുണ്ണി, അങ്ങയുടെ അനുമതിയോടെ ആശീർവാദത്തോടെ അവിടുത്തെ 2 കുഞ്ഞുങ്ങൾക്കും കല്യാണം ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് മംഗളമായി നടത്താനുള്ള ശക്തി അങ്ങ് എനിക്ക് നൽകണമേ. മക്കളെ, നിങ്ങളുടെ 2 പേരുടെ ഇഷ്ടം പോലെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അനിയാചന്ദ്ര, എന്താ മോനെ നിനക്കത്ര സന്തോഷമില്ലാത്തത്? എന്റെ വിവാഹം ഇപ്പൊ തീരുമാനിക്കണ്ടായിരുന്നു അമ്മേ. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല, എനിക്കിപ്പോ വിവാഹം വേണ്ട. ഞാൻ വാക്ക് കൊടുത്തു പോയല്ലോ മോനെ, ഇനി മാറുന്നത് ശരിയാണോ? അമ്മേ, എന്റെ ഇപ്പോഴത്തെ സമയം കല്യാണത്തിന് പറ്റിയല്ലെന്ന് സ്വാമിജി പറഞ്ഞു. ഓഹോ, എന്നാൽ അത് ശരിയായിരിക്കും. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. ചേട്ടന്റെ കല്യാണം നിശ്ചയം പോലെ നടക്കട്ടെ. പിന്നെ നല്ല സമയം വരുമ്പോൾ എന്റെ കാര്യമാകാം. ശരിയാ മോനെ, എന്നാൽ ഞാൻ അവരെ വിവരം അറിയിക്കാം. ശരിയമ്മേ.